നല്ലൊരു അവക്കാഡോ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവക്കാഡോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ നന്നായിട്ട് പഴുത്തൊരു അവക്കാഡോ കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അത് ട്വിസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അത് കാണുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, അത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ സീഡൊക്കെ എടുത്ത് കളയാം. എന്നിട്ടൊരു സ്പൂണും കൊണ്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം അതിൻ്റെ പൾപ്പ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ രണ്ടും നല്ല പഴുത്ത ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലി പാലെടുക്കാം. ഞാനിവിടെ പാല് ഒന്ന് കട്ടിയാക്കിയിട്ട് ആണ് കേട്ടോ എടുത്തേക്കുന്നത്, കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു 3-4 പേരുണ്ട് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പാലോ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ അവക്കാഡോ മിൽക്ക് ഷേക്ക്. വേണമെങ്കിൽ ഐസ്ക്രീം ചേർക്കാം കേട്ടോ. ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഹണിയാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് ഹെൽത്തി ആയിട്ടിരുന്നോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ട്രൈ നോക്കണേ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. എനിക്ക് ഏത് ഷേക്ക് കുടിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം, ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്നത് ഈ അവക്കാഡോ ഷേക്കാണ് കേട്ടോ.